എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെടുക്കുന്ന ഒരു തീരുമാനത്തിലെ തെറ്റ് അല്ലെങ്കിൽ റോങ് ചോയ്സ് പലപ്പോഴും പല തെറ്റുകൾക്കും പല ആപത്തുകൾക്കും ആ ഒരു തെറ്റായ തീരുമാനം കാരണമായിട്ടുണ്ടാകും. ആ ഒരു തീരുമാനം തെറ്റായിട്ട് എടുക്കാതിരുന്നെങ്കിൽ പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയേനെ. ഈ ഒരു മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞാനൊരു കഥ വായിച്ചു. ഒരു സ്വീഡിഷ് റൈറ്ററാണ് എഴുതിയിട്ടുള്ളത്. ആ കഥയുടെ പേരും ആ റൈറ്ററിൻ്റെ പേരും ഒന്നും ഇവിടെ പ്രസക്തമല്ല. ആ കഥ ഞാൻ പറയാം. എപ്പോഴും പോലെ ഒരു ഒരു നല്ലൊരു ആ, ഒരു പ്രേമം എന്ന് പറയുമ്പോൾ ഇക്കാലത്ത് പലരും പ്രേമത്തിൻ്റെ കവിത എഴുതിയാൽ പൈങ്കിളിക്ക എഴുത്തുകാരനാണെന്നും പ്രേമിക്കുന്നവരൊക്കെ തെറ്റുകാരാണെന്നൊക്കെ ഇപ്പോഴും ജനങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് പുറത്തൊന്നും അറേഞ്ച്ഡ് മാരേജ് ഇല്ല. ദേ ഹാവ് ടു ഫൈൻഡ് ദിയർ ഓൺ ലൈഫ് കമ്പാനിയൻ. കാരണം അവർക്കറിയാം ഇൻ്റർഫിയർ ചെയ്യരുത് മറ്റുള്ള കാര്യങ്ങളിലൊന്നും. പക്ഷെ ഇവിടെയാണ് ഇപ്പോഴും ഇൻ്റർഫിയറൻസ് അധികം ഉള്ളത്. അത് ഓഷോ പറയുന്നുണ്ട്, പ്രേമത്തിനെ പറ്റിയും എല്ലാം നിങ്ങൾ സംസാരിക്കാൻ എന്തിനാണ് നിങ്ങൾ മടിക്കുന്നത്? പ്രേമമില്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ജനിച്ചിരിക്കുക? പ്രേമമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് മക്കളുണ്ടായിരിക്കുക? നിങ്ങളെങ്ങനെയാണ് സ്നേഹിക്കുന്നത്, ജീവിക്കുന്നത്? അതൊരു സിനിമയിലൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ ആ നായകനും നായികയും എങ്ങനെയെങ്കിലും ഒന്നിച്ചൊരു കല്യാണം കഴിക്കണം നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ സ്വന്തം കുടുംബങ്ങളിൽ വരുമ്പോൾ അത് പലപ്പോഴും വളരെ എതിർപ്പും വളരെ മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അതിന് വളരെ എതിർപ്പൊക്കെയാണ്. കാരണം പ്രത്യേകിച്ച് ജാതി, മതം. വിവേകാനന്ദൻ എന്താണ് കേരളത്തിനെ പറ്റി പറഞ്ഞത് നമുക്കറിയാലോ. ഇപ്പോഴും മതവും ജാതിയും പേരിൻ്റെ പിന്നിലൊക്കെ എപ്പോഴും നമ്മൾ വളരെ ആ, വളരെ വളരെ ബഹുമാനത്തോടെ അംഗീകാരത്തോടെയൊക്കെയാണ് നമ്മൾ പേരിൻ്റെ പിന്നിൽ ഒരു ജാതിയുടെ പേര് വെക്കുന്നതൊക്കെ. അതൊരു അഭിമാനമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമുക്കും താഴെ ഒരു ജാതിയോ മതമോ ഉള്ളത് വളരെ അഹങ്കരിക്കുന്നു. പക്ഷേ നമുക്ക് മുകളിൽ കുറച്ച് ജാതിയും മതം പേര് വെച്ചിരിക്കുന്നവരെ പറ്റി നമ്മൾ ബോധവാന്മാരുമില്ല. അവർക്ക് അടിമപ്പെട്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ താഴെയുള്ള ആൾക്കാർ നമ്മൾ ആരെയൊക്കെയോ അടിമപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആരെയൊക്കെയോ ആ, എന്താണ് അവർ മറ്റുള്ളവർക്ക് നമ്മൾ അടിമയായിട്ടുണ്ട്, മറ്റുള്ളവരെ നമ്മൾ അടിമപ്പെടുത്തുന്നുണ്ട്. രണ്ടും തെറ്റല്ലേ? ഇതിലൊക്കെ ഇൻ്റർഫിയറൻസ് ഉണ്ട്. ഇൻ്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ സമയത്ത് നമ്മൾ പോയിട്ട് മറ്റുള്ള കാര്യങ്ങൾ തലയിടുക അങ്ങനെ അത് മാത്രമല്ല. ഒരു സ്കൂളിൽ പോകുമ്പോൾ നോക്കൂ, ആ സ്കൂളിൽ പോലും കുട്ടികൾക്ക് റാഗിങ് ഉണ്ട്. എന്തിനാണ് റാഗിങ് ചെയ്യുന്നത്? ആ കുട്ടികളെ സ്വന്തം സഹോദരങ്ങളായിട്ട് അവർ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? കോളേജിലുണ്ട്. ഞാനൊരു കോളേജിൽ ഡയറക്ടറായിരുന്നു. ഞാൻ വളരെ കർശനമായിരുന്നു ഇതിങ്ങനെ ചെയ്യുന്ന കുട്ടികളൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് നിയമപ്രകാരം അവരെ പോലീസിലൊക്കെ കൊണ്ടുപോയി അവിടെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട് കോളേജിലെ ആൾക്കാർക്ക്. പോലീസിനോട് പറഞ്ഞിട്ട് പോലീസ് എൻക്വയറി ഒക്കെ നടത്താൻ പറ്റും റാഗിങ്ങിന്. എന്തെല്ലാം അന്യായമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വന്ന കുറേ കുട്ടികൾ അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അടിക്കുക കുട്ടികളെ, പണം ചോദിച്ചൊക്കെ ഇതൊക്കെ വാസ്തവത്തിൽ എന്താണ്? ഇൻ്റർഫിയറൻസ് അല്ലേ? പക്ഷെ ഞങ്ങൾ അവരൊന്നും അങ്ങനെയൊന്നും ക്രൂരമായിട്ടൊന്നും എന്താണ് ചെയ്യുന്ന ആൾക്കാർ അവരെ അനുവദിച്ചില്ല. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതിന് സ്പെഷ്യൽ ടീമൊക്കെ ഹോസ്റ്റലിൽ തന്നെ വച്ചിരുന്നു. പക്ഷേ ഒരു കുട്ടികൾ ഞങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യാണ്ട് അവർക്ക് പുറത്തു നിന്നുള്ള നല്ല സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അവർക്ക് നല്ല ബോധവൽക്കരണം കൊടുത്തു. ഇന്ന് ആ കുട്ടികളൊക്കെ ക്രൂരമായ ചിന്തയുള്ള കുട്ടികളൊക്കെ ഇന്ന് പലരും ഇടയ്ക്കൊക്കെ ഫോൺ ചെയ്യാറുണ്ട്. സാർ സുഖമാണോ? ഞാനിപ്പോൾ ഇന്ന സ്ഥലത്ത് ജോലിയാണ്, ഗവൺമെൻറ് ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. പറഞ്ഞു വന്നത് നമ്മുടെ വീടുകളിൽ തന്നെ നോക്കും എത്ര കാര്യങ്ങളിലാണ് നമുക്ക്. എൻ്റെ ഒരു ഫ്രണ്ട് പറയാറുണ്ട്, ഹിറ്റ്ലറിനെ പറ്റി നീ എന്തിനാണോ നമ്മളൊക്കെ കുറ്റം പറയുന്നത്? ഏത് വീട്ടിലാണ് ഹിറ്റ്ലർ ഇല്ലാത്തത്? എല്ലാ കുടുംബങ്ങളും ഹിറ്റ്ലർ അമ്മൂമ്മ ഉണ്ടാവും, ഹിറ്റ്ലർ അമ്മ ഉണ്ടാവും, ഹിറ്റ്ലർ അച്ഛനുണ്ടാവും, ഹിറ്റ്ലർ മക്കളുണ്ടാവും, ഹിറ്റ്ലർ ഭാര്യ, ഹിറ്റ്ലർ ഭർത്താക്കന്മാരും, ഹിറ്റ്ലർ മക്കള്. അവരെയൊന്നും ഒരു സ്വൈരമായിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പം എന്തിനാണ് ചെയ്യുന്നത്? ഇത് ചെയ്തൂടെ, അത് ചെയ്തൂടെ? അവരെ സ്വാതന്ത്ര്യത്തിൽ വിടാനായിട്ട് മനസ്സവർക്കില്ല. നമ്മളങ്ങനെ ആരെങ്കിലും നമുക്കുള്ളിലും അതൊക്കെ ചെറിയ അംശങ്ങൾ ഉണ്ടാകാം. ധ്യാനമൊക്കെ ചെയ്യുന്നതുകൊണ്ടും കുറച്ച് ആത്മീയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇല്ലാതിരിക്കാം. ധ്യാനവും ആത്മീയതയും ഉള്ള ആൾക്കാർ മുഴുവനും ലോകത്തിൽ പെർഫെക്റ്റ് ഒന്നുമല്ല. അവർക്കും തെറ്റുകൾ നടക്കും. പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് വിമുക്തരായി വരാനായിട്ട് അവർക്ക് ഒരു മനസ്സിലെപ്പോഴും ഒരു ഇൻറ്റൻഷൻ ഉണ്ടാകും. അത് നമ്മൾ സമ്മതിക്കണം. അപ്പോൾ ഈ ഇൻ്റർഫിയറൻസ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ തലയിടുന്നത് നമുക്ക് പറയാം, അത് ചെയ്യരുത്, ഇതെൻ്റെ അഭിപ്രായമാണ് എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിൽക്കാം. അത് ഫാമിലി ഗ്രൂപ്പോ അല്ല ഫാമിലി വേണ്ട, ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗ്രൂപ്പ് തന്നെ. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ പെട്ടെന്ന് വരികയാണ്. വരുമ്പോൾ അടുത്ത ഒരാഴ്ചയ്ക്ക് ഈ വന്ന ഈ പുതിയ ആളെ പറ്റിയായിരിക്കും. എനിക്ക് ഇയാളെ അറിയാം,
ഇയാ ഇയാള് അല്ലെങ്കിൽ ഈ സ്ത്രീ ഇങ്ങനെയാണ്. എനിക്ക് ഈ സ്ത്രീയെ പറ്റി അറിയാം. ഈ സ്ത്രീ ഇങ്ങനെയാണ്. ചിലപ്പോൾ നേരിട്ട് പോലും കണ്ടു കാണില്ല. എന്നിട്ട് അവരെ ഉപദ്രവിക്കുക. അവരെ പറ്റി ഇല്ലാത്ത കഥകളുണ്ടാക്കി പറയുക. ഏകദേശം ഒരാഴ്ച, 10 ദിവസം ഈ റാഗിങ് പോലെ ഇതിങ്ങനെ നടക്കും. കുറേ മാനേജ്മെന്റ് ഗ്രൂപ്പിലൊക്കെ അങ്ങനെയുണ്ട്. ആ വലിയ ആളിനെ അറിയാവുന്ന ചെറിയൊരു പയ്യൻ, ചെറിയ ലെവലിലുള്ള ഒരാൾ പറയും. വെറുതെ പറയാണ്. പറഞ്ഞിട്ട് അയാളെ പറ്റി തെറ്റ് പിന്നെ അയാളെ നേരിട്ടൊക്കെ കാണുമ്പോഴോ അല്ല അയാൾ സംസാരിക്കുമ്പോഴൊക്കെ അറിയോ ഇത്ര നല്ല മനുഷ്യനെയാണല്ലോ ഈ മഹാഭാവികൾ ഇങ്ങനെ പറഞ്ഞതെന്ന്. അതെന്തിനാണ് അവർ ചെയ്യുന്നതെന്ന് അറിയില്ല. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ മൃഗീയത മാറിയിട്ടില്ല. അത് അവർ തെറ്റുമല്ല. പെറ്റ് അനിമൽസ് നിന്നാണല്ലോ പിന്നെ തിരിച്ചും വരുന്നത്. ഇനിയും കുറേ ജന്മങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും അവർക്ക് ആ മനുഷ്യത്വം വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർ ക്ഷമിക്കണം എന്നുള്ളൊരു നിയമം നമുക്ക് തന്നിട്ടുള്ളത്. അവരല്ല ചെയ്യുന്നത്. അവരുടെ ബ്ലഡിലുള്ള ആ ഗുണങ്ങളാണ്. അത് നമ്മളൊരു എത്ര തന്നെ അവർ പറഞ്ഞാലും അവർ മാറില്ല. മാറിയതായിട്ടൊക്കെ അഭിനയിക്കാം, വാക്കുകളിലൊക്കെ ഉണ്ടാകാം. പക്ഷേ അവർ മാറില്ല. നമ്മളാണത് അവരെ കണ്ട് നമ്മൾ മാറിപ്പോകേണ്ടത്. അപ്പോൾ തിരിച്ചും തിരിച്ചും പറയുന്നത് ഈ ഇൻ്റർഫിയറൻസിനെ പറ്റി നമ്മുടെ ആത്മീയതയിൽ പ്രത്യേകിച്ച് പത്രികയൊക്കെ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇൻ്റർഫിയറൻസ് ചെയ്യാനേ പാടില്ല. ഓരോരുത്തർക്കും ഓരോതായ ജീവിതമുണ്ട്. ആ ജീവിതം കൊണ്ടാണ് അവർ വരുന്നത്. ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അത് ശരിയാകാം, തെറ്റാകാം നമ്മുടെ ദൃഷ്ടിയിൽ. പക്ഷെ അവർക്കത് ശരിയാണ്. ഈ ഒരു പറഞ്ഞതിന് മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു അടിസ്ഥാനപരമായിട്ടൊരു കഥയാണ് ഞാനൊന്ന് പറയുന്നത്. ഇത് സ്വീഡനിലാണ് നടക്കുന്നത്. ഒരു പെൺകുട്ടി നല്ല ജോലിയായി നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടി. അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ നോക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. അവൾ ഒരാളെ ഇഷ്ടപ്പെടുകയാണ് ഒരാൾ. ആ ആളും നല്ല ജോലിയുണ്ട്. എല്ലാ കാര്യങ്ങളിലും നല്ല സൗകര്യമൊക്കെ ഉള്ള ഒരാളാണ്. നല്ല പണമുള്ള ആളുമാണ്. പണവും ഗാംഭീര്യവും നല്ല ആത്മീയതയും എല്ലാം കൊണ്ടും നല്ല ഉയർന്ന ഒരാളാണ്. ഇവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് നടന്ന കഥയാണിത്. ആ കുടുംബത്തിൽ ഇത് സംഭവിച്ചില്ല. ഇവൻ വേണ്ട, നമുക്ക് ഇവനേക്കാളും അധികം പണമുള്ള ഒരാളുടെ കുടുംബത്തിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, അമ്മേ അച്ഛാ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അച്ഛാ, ഞാൻ ജീവിച്ചാൽ അയാളുടെ കൂടെയാണ് ജീവിക്കുള്ളൂ. അതൊക്കെ സിനിമയിലുള്ള വചനങ്ങൾ പോലെ തന്നെ എല്ലാം വരുന്നുണ്ട്. പക്ഷേ അവരാരും കാത് കൊടുത്ത് കേൾക്കുന്നില്ല. എന്താ ചെയ്യുക, സ്ത്രീകൾക്ക് പലപ്പോഴും അവരുടേതായ സ്വാതന്ത്ര്യം ഇന്നും പറയാനുള്ള അധികാരമില്ല. ജനിച്ച ദിവസം മുതൽ അവസാനത്തെ ശ്വാസം വരെ അടിമയായിട്ടാണ് ഇനിയും നമ്മുടെ സമൂഹത്തിൽ വളരെ മോഡിഫൈഡ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ജനിച്ചപ്പോൾ തൊട്ട് അച്ഛനമ്മയുടെ അടിമ, അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ അടിമ, അത് കഴിഞ്ഞ് മക്കളുടെ അടിമ, പിന്നെ മരണത്തിന് അടിമ എന്നൊക്കെ ഞാൻ എവിടെയോ ഒരു ടീച്ചർ എഴുതിയത് ഞാൻ വായിച്ച ഓർമ്മയുണ്ട്. അപ്പോൾ മാറി വരുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പറയുകയാണ് ഇപ്പോൾ അവരാണ് ഇപ്പോൾ പുരുഷന്മാർ. ഞാൻ പുരുഷൻ സ്ത്രീ അങ്ങനെയൊന്നും കാണുന്നില്ല. അങ്ങനെ പിരിച്ച് കാണുന്നില്ല. എല്ലാവരും ആത്മാവ്. പക്ഷേ ഈ സാമൂഹിക ഘടന സ്ത്രീകളെപ്പോഴും ഇങ്ങനെ ഒരു വളരാൻ വിടാത്ത എത്രയോ രാജ്യങ്ങൾ, അമേരിക്കയിൽ പോലും ആ രാജ്യം ഉണ്ടായിട്ട് 10-15 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അവർക്ക് വോട്ടിടാനായിട്ടുള്ളത് ഒരു അധികാരം കിട്ടിയത്. ഇതേ തന്നെ ഇന്ത്യയിലും ഇപ്പോഴും ആണുങ്ങൾ ചെയ്യുന്ന അതേ ജോലി സ്ത്രീകൾ ജോലി ചെയ്താലും ആ സ്ത്രീകൾക്ക് നിർണ്ണയിച്ചിരിക്കുന്ന ശമ്പളം വളരെ കുറവാണ്. അപ്പോൾ ആ സ്ത്രീകൾക്ക് എന്താ ചെയ്യുക, അതങ്ങനെയാണ്. അത് മാറി വരുന്നുണ്ട്, അതിൽ സന്തോഷം. പക്ഷേ ഇവിടെ ഈ കുട്ടിയെ അയാളുടെ കൂടെ ജീവിക്കാനായിട്ട് സമ്മതിച്ചില്ല. അയാളെക്കാളും വളരെ പണമുള്ള ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് കൊടുക്കുന്നു. ഇവൾക്ക് വേറെ വഴിയില്ല. അവൻ അയാളുടെ കൂടെ ജീവിക്കുന്നു. പക്ഷേ ഒരിക്കലും ഈ കുട്ടിക്ക് എന്താ ശാരീരം കൊണ്ട് അവിടെ ജീവിച്ചാലും മനസ്സുകൊണ്ട് അവൾക്ക് പൂർണ്ണമായി ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ജീവിതം അങ്ങനെ പോകുന്നു. ഈ ഭർത്താവിന് ഭയങ്കര നഷ്ടം വരികയാണ്. ബിസിനസ്സിൽ ഭയങ്കര നഷ്ടം വന്ന് കുടുംബം എങ്ങനെ നടത്താമെന്നറിയാത്തൊരു വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ എവിടേക്കോ ആ സമയത്താണ് എവിടേക്കോ പോകുന്ന സമയത്ത് ഇവൾ ആദ്യം പ്രേമിച്ച അയാളെ കാണുകയാണ്. വളരെ ഡീസൻ്റായിട്ട് അവർ രണ്ടുപേരും ഒരു കോഫി ഷോപ്പിലേക്ക് പോകുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ പറയുന്നു, ഇതേ ലൈനിലാണ് ഞാനുള്ളത്, നിങ്ങളുടെ ഭർത്താവിൻ്റെ അതേ ബിസിനസ് ലൈനിലാണ് ഞാനും ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായിച്ചുകൂടാ പറഞ്ഞു. ഭർത്താവിനെ വിളിക്കുന്നു, ഭർത്താവ് വരുന്നു, ഇയാൾ കഴിയുന്നത്ര സഹായിക്കുന്നു. പക്ഷേ അയാൾ എന്ത് ചെയ്താൽ ആ സഹായം കിട്ടിയ പണം കൊണ്ട് ആ ബിസിനസ് ശരിക്കും കൊണ്ടുപോകുന്നില്ല. തിരിച്ചും നഷ്ടം. പക്ഷേ ഈ പണ്ട് പ്രേമിച്ച ആളെ കാണുന്ന സമയത്ത് ഇതിനിടയ്ക്ക് ഇവരുടെ ജീവിതമൊക്കെ വളരെ തകർച്ചയാണ്. അവർ അകന്നാണിരുന്നത്, മനസ്സുകൊണ്ട് വളരെ അകന്നാണിരിക്കുന്നത്. അപ്പോൾ ശരിയോ തെറ്റോ ഇവള് മക്കളില്ല. അപ്പോൾ ഇവള് ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ ഈ എൻ്റെ പഴയ കാമുകനോട് ഞാൻ ജീവിച്ചു. അവൻ ഇപ്പോഴും കല്യാണം കഴിക്കാതെ ഇവളെ ഓർത്തിരിക്കുകയാണ്. അങ്ങനെയാണ്. ഈ ഭർത്താവാണെങ്കിൽ ഇവളെ പറ്റി കെയറില്ല. എവിടെയെങ്കിലും പോകും, എപ്പോഴെങ്കിലും വരും, കള്ളു കുടിച്ച് അങ്ങനെയൊക്കെയാണ് ഭർത്താവ്. അപ്പോൾ അമ്മയോട് പോയി ചോദിക്കുകയാണ്, അമ്മേ ഞാനിങ്ങനെ
അപ്പോഴേക്കും അവളുടെ അച്ഛൻ മരിച്ചു പോയി. അമ്മയോട് ചോദിക്കുകയാണ്, "അമ്മേ, ഞാൻ അയാളെ കല്യാണം കഴിച്ചുകൂടെ? എനിക്കിപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് പണമുള്ള ആളാണ് ഭർത്താവായിട്ട് വരേണ്ടതെന്ന്. ഇപ്പോൾ അയാളാണ് ഏറ്റവും പണമുള്ള ആൾ. നിങ്ങൾ കണ്ടുപിടിച്ച് എനിക്ക് തന്ന ആൾ പണമില്ലാത്ത ആളാണ്." അപ്പോൾ അമ്മ പറഞ്ഞു, "അതല്ല. അന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ പണമുള്ള ഒരാൾ വേണമെന്ന് ഞാൻ പറഞ്ഞു. ശരിയാണ്. പക്ഷേ ഇന്ന് നീ വിവാഹം കഴിച്ചതിന് ശേഷം നിൻ്റെ പഴയ കാമുകനെ നീ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ പോകുന്നതും ഇവിടെ ഇയാൾ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നതൊക്കെ തെറ്റാണ്." അവൾ പറഞ്ഞു, "എന്താണ് തെറ്റുള്ളത്? പിടിക്കാത്ത ഒരാളെ ഡൈവോഴ്സ് ചെയ്തതിന് ശേഷം എനിക്ക് പിടിച്ച ഒരാളെ കല്യാണം കഴിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അത് നിയമം അനുവദിക്കുന്നുണ്ടല്ലോ. പിന്നെന്താണ്?" "അല്ല, നിയമം അനുവദിക്കാൻ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് അനുവദിക്കില്ല." "ഇതാണോ അന്തസ്സ് അമ്മേ?" ഈ 2 പേർക്കുള്ള ഭയങ്കര ആർഗ്യുമെന്റ്. എനിക്കിഷ്ടമുള്ള ഒരാളെ അമ്മ കല്യാണം കഴിക്കാൻ അനുവദിച്ചില്ല. പണമുള്ള ആൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പണമുള്ള ആൾ ഇങ്ങനെ പോപ്പറായി പോയി. അത് കഴിഞ്ഞ് അയാൾ വീട്ടിലേക്കും വരുന്നില്ല, ഒന്നുമില്ല, മക്കളും ഇല്ല. ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ആ സമയത്ത് സ്നേഹിക്കുന്ന ഒരാൾ, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്ക് വേണ്ടി ഇയാൾ ഡൈവോഴ്സ് ചെയ്ത് അത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ കല്യാണം കഴിക്കുന്നത് എന്താണ് തെറ്റുള്ളത്? ഇങ്ങനെ 2 പേർക്കും ഭയങ്കര ആർഗ്യുമെൻ്റായി. ഈ വഴക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി മാഞ്ഞു പോകും. നമ്മുടെ വികാരങ്ങളാണ് മുൻവരിക. തമിഴിലൊരു നല്ല കവിത എപ്പോഴോ ഞാൻ എഴുതാൻ തോന്നുന്നു. "ഉണർച്ചകൾ വെല്ലും പൊഴുത് അറിവ് തോറ്റുപോകുന്നു." വികാരങ്ങൾ നമ്മൾ ജയിക്കുമ്പോൾ നമ്മുടെ ബോധം, അറിവ് തോറ്റുപോകും. അങ്ങനെ പെട്ടെന്ന് ഇവളിങ്ങനെ വഴക്ക് കൂടുന്ന സമയത്ത് ഇത് അമ്മയാന്നുള്ളത് നമ്മൾ മറന്നുപോയി ദേഷ്യത്തിൽ. പൊതുവെ അങ്ങനെയാണല്ലോ, പ്രേമിക്കുന്ന സമയത്ത് അതിന് തടസ്സം വരുന്ന ആൾക്കാർ ആര് വന്നാലും അവരെയൊക്കെ വിരോധികളായിട്ടാണ് സാധാരണ പ്രേമിക്കുന്ന വിഡ്ഢിത്തമായിട്ടുള്ള പ്രേമത്തിലുള്ള ആൾക്കാരുടെ ഒരു അബോധാവസ്ഥ. അപ്പോൾ പെട്ടെന്ന് ഇവൾ അറ്റാക്ക് ചെയ്യാൻ പോവാണ്, അമ്മയെ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, "എടീ, നീ എന്താണ്, ഞാൻ നിൻ്റെ അമ്മയാണെന്ന് നീ മറന്നോ?" "അതെ, അതെ, ഞാൻ മറന്നുപോയി ദേഷ്യത്തിൽ. പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ അമ്മ വേണ്ട. അമ്മ പുറത്ത് പോയിക്കോളൂ. വീട് വിട്ട് പുറത്ത് പോയി. ഞാൻ നിങ്ങളെ തല്ലുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങൾ ഈ വീടിൽ നിന്ന് നിങ്ങൾ പുറത്ത് പോകണം. നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോളൂ." അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, "ഇനി എനിക്ക് എവിടെയും താമസിക്കാനില്ല." ആ വയസ്സായ അമ്മ വളരെ എന്താ പറയുക, വളരെ നിർദ്ദയമായിട്ടാണ് ഇവളിങ്ങനെ പറയുന്നത്. ദയയില്ലാണ്ട് പറയുന്നു. ഒരു നിസ്സഹായ അവസ്ഥയിൽ ആ അമ്മ വളരെ ദുഃഖിതയായിട്ട് പറയുകയാണ്, "ഇനി ഞാൻ തെരുവിലാണ് ഞാൻ ജീവിക്കേണ്ടത്. തെരുവിൽ അല്ലെങ്കിൽ ഭിക്ഷ തന്നിട്ട് വേണം ഞാൻ അതിൽ കിട്ടുന്ന കാശ് വേണം ഞാൻ ജീവിക്കാൻ." എന്നൊക്കെ പറഞ്ഞു. അതിനെപ്പറ്റി എനിക്ക് വിഷമമില്ല. ഗെറ്റ് ഔട്ട് എന്ന് പറയുകയാണ്. ആ അമ്മ പറയുന്നു, "എനിക്കുള്ള ഈ അവസ്ഥ കുറച്ച് കാലം കഴിഞ്ഞ് നിനക്കും ഉണ്ടാകും." അപ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിക്കുക? സാധാരണ അമ്മയുടെ ശാപമൊന്നും നടക്കില്ല. അമ്മ ശപിച്ചിട്ട് എന്തെങ്കിലും നടക്കുമോ? അമ്മ എന്താണ് എന്തോ പറയുമല്ലോ, ഒരു കോഴിയുടെ കാല് കൊണ്ടിട്ട് ഒരു കുഞ്ഞ് കോഴിക്കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ മലയാളത്തിൽ. അതുപോലെ അമ്മ ശപിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ അമ്മ കുറച്ച് കാലം കഴിഞ്ഞ് മരിക്കും. ഈ സ്ത്രീക്ക് വയസ്സാകും. ആ അമ്മ പറഞ്ഞത് അങ്ങനെയും നടക്കും. ഈ സ്ത്രീയും ആരുമില്ലാതെ എന്തൊക്കെയോ നടന്നു അവരുടെ ജീവിതത്തിൽ. പക്ഷെ അവസാന കാലം ഈ സ്ത്രീ അമ്മയെ പുറത്താക്കി അമ്മയെ തെരുവിൽ ജീവിക്കാനായിട്ട് വിട്ട അതേ മകൾ, ആ അമ്മയ്ക്ക് നടന്ന അതേ ജീവിതം, അതേ തെരുവിലേക്ക് അവർ വന്ന് തെരുവിൽ ആണ് അവരുടെ ജീവിതം ഉണ്ടായതെന്ന് പറഞ്ഞാണ് കഥ തീരുന്നത്. ഇവിടെ ആരൊക്കെയാണ് ശരി, ആരൊക്കെയാണ് തെറ്റ്, അതൊക്കെ നമുക്ക് ആലോചിച്ചെടുക്കാം. പക്ഷേ ഒരു അമ്മയുടെ ശാപം ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു ലോകം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു സാമുദായിക വിശ്വാസം, ഒരു മാതൃത്വത്തിനുള്ള ഒരു വിശ്വാസമൊക്കെ തകിടം മറിക്കുകയാണ് ഈ കഥ. അങ്ങനെയല്ല, ഒരാളുടെ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ എന്തും നടക്കും. അത്രയും ബൈബിളുണ്ട്. "നെഞ്ഞുരുകി വിഷമിക്കുകയാണ് മോനെ" എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രയോ ഓരോ സ്ഥലങ്ങൾ പറയുന്നത്, അതൊക്കെ നടക്കും. അത്രയും പ്രപഞ്ച ശക്തിയുണ്ട്. അതൊക്കെയാണ് കർമ്മ തിയറി. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത്. അത് ഭയങ്കര സുനാമി ആയിരിക്കും അടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കഴിയുന്നത്ര, ഞാൻ മോറലൊന്നും പറയുന്നില്ല, ഈ കഥ തന്നെ നമുക്ക് പല കാര്യങ്ങളും പറയുന്നുണ്ട്. സോ പെറ്റമ്മ ശപിച്ചാലും ഒന്നും നടക്കില്ല എന്നുള്ള വിശ്വാസ സ്ഥലത്ത് പെറ്റമ്മയുടെ ശാപത്തിൽ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ പെറ്റമ്മയല്ലാത്ത മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ശാപങ്ങൾ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് ഇനിയും ജീവിതമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലോടൊക്കെ ഒരു കയ്പുണ്ടെങ്കിൽ, അന്ന് ഞാൻ കഥ പറഞ്ഞതുപോലെ പൊരുത്തപ്പെടുന്നത് പോലെ എല്ലാവർക്കും നമുക്ക് പോയിട്ട് ഒരു സോറി പറയാം. അറിയാണ്ട് ചെയ്തു പോയതാണ്. പിന്നെ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ച ആൾക്കാർ പോട്ടെ, നിങ്ങളറിയാണ്ട് പറഞ്ഞതാണല്ലോ. നിങ്ങളങ്ങനെ പറഞ്ഞതിൽ എന്തോ ഒരു ആ പറഞ്ഞ ആൾക്കാരോട് പ്രൊട്ടക്റ്റ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. സാരമില്ല, ഞാൻ നിങ്ങളെ ക്ഷമിച്ചു. നമ്മൾ പഴയ പോലെ ഉണ്ടാകാമെന്ന് നമ്മൾ മറ്റുള്ള ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും പിന്നെ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനവും തീർച്ചയായിട്ടും നമുക്ക് അത് ഉണ്ടാകും. അപ്പോൾ ഈ കഥകളിൽ മുഴുവൻ എന്താ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഒരേ ഒരു തെറ്റാണ് ഈ അമ്മ ചെയ്തത്.
അമ്മ ചെയ്തത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഭർത്താവ് നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവളെ വിവാഹം കഴിക്കാനായിട്ട് ആ അമ്മ സമ്മതിച്ചില്ല. ആ കുടുംബമാകെ സമ്മതിച്ചു. അമ്മയുടെ തീരുമാനമായിരുന്നു. അപ്പോൾ അപ്പം ഉണ്ടായിരുന്ന അച്ഛൻ, മാമന്മാരെല്ലാവരും. അതുകൊണ്ട് നോക്കൂ അവളും സന്തോഷമായില്ല, അവളുടെ ജീവിതം സന്തോഷമായില്ല. അത് കഴിഞ്ഞ് ഈ സ്ത്രീ പുറത്ത് അമ്മ പുറത്ത് പോയി തെരുവിൽ നിൽക്കേണ്ടി വരുന്നു. അവസാനം ഈ മകളും തെരുവിൽ പോയി നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരെ ഇൻ്റർഫിയർ ചെയ്യാണ്ട് അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പറയേണ്ടത് പറയാം. സാമ്പത്തികം മാത്രമാണോ ഒരു എന്താ പറയുക, ഒരു ഭാര്യ ഭർത്താവിൻ്റെ ജീവിതത്തിൽ? സമ്പത്തില്ലെങ്കിൽ പോലും ഒരു സ്നേഹമായി ജീവിച്ച് എത്രത്തോളം വരും. അതിനുശേഷം കാലങ്ങളുണ്ടല്ലോ, പണമൊക്കെ എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ അവർ വിചാരിച്ചില്ല. അതാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് ആലോചിച്ച് പെട്ടെന്നൊന്നും എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കാണ്ട് നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുത്താൽ ഇതുപോലുള്ള തെറ്റായ ഭവിഷ്യത്തുകൾ നമുക്ക് വരാതിരിക്കാം. സോ ഒരിക്കലും നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ ഇൻ്റർഫിയറൻസ് ചെയ്യാൻ പാടില്ല, തലയിടാൻ പാടില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ. അതേ സമയത്ത് ഞാൻ ഇനിയൊരു കഥ പറയാം. അത് നടന്നൊരു സംഭവമാണ്. നിങ്ങൾ ആരെങ്കിലും ചെന്നൈക്ക് വരുന്ന സമയത്ത് ഞാനൊരു ആളെ പരിചയപ്പെടുത്തരാം. ചില കാര്യങ്ങൾ നമ്മൾ ഇൻ്റർഫിയറൻസ് ചെയ്യണം. അത് തെറ്റാണ്, നിങ്ങൾ ചെയ്യരുത്. നമ്മൾ തലയിടേണ്ട കാര്യങ്ങളിൽ നമ്മൾ തലയിടണം. നമ്മുടെ ഈ ലോകം നല്ല മനുഷ്യരെ കൊണ്ട് നല്ല മോശമായ മനുഷ്യരെ കൊണ്ടല്ല ഈ ലോകം മോശമായിരിക്കുന്നത്. നല്ല മനുഷ്യരുടെ മൗനമാണെന്നൊരു കൊട്ടേഷൻ ഉണ്ട്. നമ്മൾ പറയേണ്ട സമയങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ പ്രപഞ്ചം നോക്കും. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പറയണം ഇത് തെറ്റാണ്. നല്ല കാര്യങ്ങളും നമ്മൾ തലയിടാം. ഉദാഹരണത്തിന് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഒരു ഒരു മുസ്ലിം ഉണ്ട്. അപ്പോൾ അയാൾ വാസ്തവത്തിൽ ഹിന്ദുവാണ്. അയാൾക്ക് എന്തുകൊണ്ടോ കാരണം അറിയില്ല, അയാൾ മുസ്ലിമായി. അയാളുടെ കുടുംബത്തിൽ ആരും മുസ്ലിമല്ല. ഇയാൾ മാത്രം താടിയൊക്കെ വെച്ച് 5 നേരം നിസ്കരിക്കും. അങ്ങനെയൊക്കെയാണ് അയാൾക്കൊരു ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഇപ്പോൾ ഓൺലൈനാണല്ലോ പാലൊക്കെ വാങ്ങിക്കുന്നത്. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ 2 പാക്കറ്റോ 3 പാക്കറ്റോ പാൽ വാങ്ങിയിട്ട് വരും. അവിടെ നല്ലൊരു വൃത്തിയായിട്ടുണ്ടാവും എന്ന് വെച്ചാൽ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയും. അയാൾ വഅലൈക്കും അസ്സലാം എന്ന് പറയും. അങ്ങനെ അയാളുടെ മതത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അയാൾ എന്നെ അധികം എന്നോട് പല കാര്യങ്ങളും പറയും. അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ ഇപ്പോഴും നല്ല സുഹൃത്താണ്. ഹലോ എന്ന് പറയും. വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കും. ഒരിക്കൽ ഞാൻ ചോദിച്ചു, എത്ര മക്കളാണ്? ആ, ഇപ്പോൾ പോയല്ലോ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്, അവൻ എൻ്റെ മോനാണ്. പിന്നെ ഒരു മോളുണ്ട്, മോളുടെ കഥ ഞാൻ പറയാമെന്ന്. അപ്പോൾ മോളുടെ കഥ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മോൾക്ക് വല്ല ദുഃഖകഥയായിരിക്കുന്നു. അടുത്ത ദിവസം ഞാൻ പോയപ്പോൾ അയാൾ എന്നെ പറഞ്ഞു, ഇന്നലെ ഞാൻ മോളെ പറ്റി പറയാൻ പറ്റിയില്ല, ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. മോളെ വിളിച്ചിട്ട് ഇതാണ് എൻ്റെ മോള്, ഇത് മോളുടെ 2 മക്കളാണ്, ട്വിൻസാണെന്ന് പറഞ്ഞു. 2 മക്കളോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ, സാറിനോട് സംസാരിക്കട്ടെ. അപ്പോൾ ചെയർക്കിട്ട് എനിക്ക് കാപ്പിയൊക്കെ കുടിക്കണോ, വെള്ളം വേണമെന്ന് പറയും. ഒന്നും വേണ്ട, ഞാൻ കുളിച്ചിട്ട് ആഹാരം കഴിക്കുള്ളൂ. വൈകുന്നേരമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, സാർ എനിക്ക് മക്കളില്ല, 10-15 കൊല്ലങ്ങളുമായിട്ട് എനിക്ക് മക്കളില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു സ്വാമിജിയുണ്ട്, ഒരു ഭാര്യയും ഭർത്താവായിട്ടുള്ളൊരു സ്വാമിജിമാർ, ഒരു സ്വാമിജി, ഒരു ആശ്രമം പോലെയാണ്. ഏതോ ഒരു കുഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഒരു വഴി പറഞ്ഞു ആൾ. അവിടെയെങ്കിലും എത്രയോ സ്ഥലങ്ങൾ പോയി, അവിടെയെങ്കിലും പോയാൽ നമുക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് വെച്ചാൽ 10 കൊല്ലോ 11 കൊല്ലോ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയും പോവുകയാണ്. വഴിയൊന്നും അറിയുന്നില്ല. നോക്കുമ്പോൾ ആരും മനുഷ്യരേ ഇല്ലാത്ത കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ എവിടേക്കോ ഞങ്ങൾ പോയി, വഴി അറിയില്ല, ഒന്നും അറിയില്ല. ഫോണൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അവസാനം ആ സ്ഥലത്ത് പോയപ്പോൾ അവരൊക്കെ എന്നോ ഇവിടെ വിട്ട് പോയി. ഒരു കുടിൽ പോലെ ഉണ്ടായിരുന്നു, ചെറിയൊരു കുഗ്രാമം. അവരൊന്നും ഇവിടെ ഇല്ല. തിരിച്ചും ഇങ്ങനെ വഴി, ബസ്സും ഇല്ല, കാറും ഇല്ല, നടന്നിങ്ങനെ വരികയാണ് മെയിൻ സിറ്റിക്ക് വരാനായിട്ട്. അങ്ങനെ അവശനായിട്ട് വരുന്ന സമയത്ത് ആരും ഇല്ലാത്തൊരു മരുഭൂമി മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. മരുഭൂമിയല്ല, ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കൊച്ചു കുഞ്ഞ്, ഒരു 3 വയസ്സ് കുഞ്ഞ് ഇങ്ങനെ അലറുകയാണ്. അമ്മേ അച്ഛാ എന്നൊക്കെയോ പറയുന്നുണ്ട് ആ കുട്ടി. നോക്കിയപ്പോൾ ആരുമില്ല അവിടെ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ദൈവം നമുക്ക് തന്ന കുട്ടിയാണ്, പെൺകുട്ടിയാണ്. നല്ല ഡ്രസ്സൊന്നുമില്ല, പഴയൊരു ഡ്രസ്സുണ്ട്. അപ്പോൾ ഈ സ്ത്രീ പോയിട്ട് ഓടിപ്പോയി ആ കുട്ടിയെ വാരിയെടുത്തിട്ട് കയ്യിൽ 2 വാട്ടർ ബോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഈ സ്വാമിജിയെ കാണുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നില്ല. അത് ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് കുട്ടിക്ക് കൊടുത്തു. കുട്ടി ഭയങ്കര വിശപ്പിൽ കഴിച്ചു. അത് കഴിഞ്ഞ് ഈ കുട്ടിയെ വളരെ ഇത് ദൈവം തന്ന കുട്ടിയാണെന്ന് ഒരു മനസ്സുകൊണ്ട് വിചാരിച്ചു. പക്ഷേ അയാൾ അവിടെ നേരെ പോയിട്ട് അവിടുത്തെ ഒരു മുനിസിപ്പൽ ഓഫീസ് ചോദിച്ചു, ഇങ്ങനെ കുട്ടിയെ കണ്ടു. കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഈ കുട്ടി ആരാന്ന് അറിയില്ലടോ, തനിക്ക് മക്കളൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത്, നീ വന്നതിൻ്റെ കാര്യം അതൊക്കെ പറഞ്ഞത്, താനിത് കൊണ്ട് പോയിക്കോ. അപ്പോൾ അയാൾ വിചാരിച്ചു ദൈവം പറയാണ്, ഇയാൾ മൂലം ദൈവം പറയാണ്. അതൊരു മുനിസിപ്പൽ ഓഫീസറാണ് ഈ പറയുന്നത്. അപ്പോൾ എന്തിനാ വന്നതെന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് മുനിസിപ്പൽ ഓഫീസ് കാര്യങ്ങൾ അറിഞ്ഞത്. പറഞ്ഞു അങ്ങനെ ഈ മോളവിടെ കൊണ്ടുവന്ന് ഈ മോളെ പഠിപ്പിച്ച്
ഈ മോൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്ത് അങ്ങനെ അതിനിടയ്ക്ക് ഈ മോളെ കൊണ്ടുവന്ന് ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ ഓട്ടോ ഓടിക്കുന്ന മോൻ എന്നെ പരിചയപ്പെടുത്തിയല്ലോ, ആ മോൻ ജനിച്ചു. അങ്ങനെ ഇപ്പോൾ 2 മക്കളാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മൂത്ത ഒരു മോള്, പിന്നെ ഒരു മോൻ അങ്ങനെയാണ്. അപ്പോൾ അവർ പണ്ട് താമസിച്ച സ്ഥലത്ത് നിന്ന് ഇവിടെയൊക്കെ മാറി. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. അവിടെയുള്ള ആൾക്കാർക്ക് ആ ഗ്രാമത്തിൻ്റെ അവിടെയുള്ള ആൾക്കാർക്ക് അറിയുമായിരിക്കാം. പക്ഷേ ഇവിടെയുള്ള ചെന്നൈ സിറ്റിയിലുള്ള ആൾക്കാർക്ക് ആർക്കും അറിയില്ല. എനിക്ക് അധികം പറയാം എൻ്റെ ഭാര്യയ്ക്കും എനിക്കും എൻ്റെ സ്വന്തം ബന്ധങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഇവിടെ ആർക്കും അറിയില്ല. അപ്പോൾ ദാ സുരേഷ് സാറിന് അറിയാം. അതിനുശേഷം ഈ 2 ഈ പെൺകുട്ടിയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. നല്ലൊരു ആഡംബരമായിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. അവർ സന്തോഷമായി ജീവിക്കുന്നു. അവർക്ക് ട്വിൻസ് ജനിച്ചു. ആ 2 ട്വിൻസ് കുട്ടി ഒന്നിച്ച് ആ മകളെ വളർത്താൻ പറ്റില്ല പറഞ്ഞിട്ട് ഒരു മോളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇയാളുടെ വീട്ടിൽ വളർത്തുകയാണ്. ഒരു മോളെ. ആം, അപ്പോൾ ഇയാൾ വളർത്തിയ മോളും വളർത്തുന്ന മോളും അതിൽ ജനിച്ച കുട്ടികളും ഭർത്താവ് ഒരു കുട്ടിയും ഭർത്താവൊക്കെ അവർ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ തൻ്റെ മകൾക്ക് 2 കുട്ടികളെയും നോക്കാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്നത്. അങ്ങനെ ഒരു സന്തോഷപൂർവ്വം നോക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ആ കഥയിൽ മകൾ കല്യാണം കഴിക്കാൻ അദ്ദേഹം തടസ്സം ചെയ്ത ആ ഇൻ്റർഫിയറൻസ് തെറ്റാണ്. ഇവിടെ ചെയ്ത ഇൻ്റർഫിയറൻസ് നമ്മൾ ന്യായീകരിക്കണം. പല കാര്യങ്ങളും നമ്മൾ ന്യായപ്പെടുത്തണമല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ നിസ്വാർത്ഥമായി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് നല്ലതാണ്. പക്ഷേ ഒരിക്കലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന വേദനിപ്പിക്കുന്നത് പോലെ ദുഃഖിപ്പിക്കുന്നത് പോലെയുള്ളത് പാടില്ല. ഇതൊരു ജീവിതം കൊടുക്കുകയാണ്. വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നത് അതും ഒരു ഇൻ്റർഫിയറൻസ്. അവൻ്റെ വിശപ്പിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുകയാണ്. പോസിറ്റീവായിട്ട് ഇൻ്റർഫിയർ. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇൻ്റർഫിയറൻസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ബ്ലഡ് വേണം, ബ്ലഡ് കൊടുക്കാം. ഒരാൾക്ക് വിശക്കുന്നുണ്ട്, നമ്മൾ ആഹാരം കൊടുക്കാം. എന്തും നല്ല കാര്യങ്ങൾ എന്തും ചെയ്യാം. അതൊക്കെ അതും വാസ്തവത്തിൽ ഇൻ്റർഫിയറൻസ് പറയാം. പക്ഷേ നമ്മുടെ ഗുരുക്കന്മാരും ആത്മീയതയും പറയുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന ക്രിയകളെ തടസ്സം ചെയ്യുന്നത് പോലെ ഇൻ്റർഫിയറൻസ്. ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഇതും ഇൻ്റർഫിയറൻസ് പറഞ്ഞുകൂടാ. പോസിറ്റീവായിട്ടുള്ള എല്ലാ ഇൻ്റർഫിയറൻസും നമ്മൾ ചെയ്യണം. ഇതാണ് ഇന്ന് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എൻ്റെ കോൾഡ് നല്ലപോലെ മാറി വരുന്നുണ്ട് ഇപ്പോൾ. എനിക്കായി പ്രാർത്ഥിച്ച എനിക്കായി വേഗം എൻ്റെ അസുഖം മാറണമെന്ന് ആശംസിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം. താങ്ക് യു സോ മച്ച്.